ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ഡിലേ ആവുന്നുണ്ടല്ലേ വീഡിയോ ഒക്കെ ഇടാൻ. എനിവേയ്സ്, ഈ കമ്മൽ ഇഷ്ടപ്പെട്ടോ? ഇതെനിക്ക് ചക്കര ഗിഫ്റ്റ് തന്നതാണ്. അപ്പം ഞാൻ ഈ റെഡിയായി നിൽക്കുന്നത് നമുക്കിന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അച്ഛനെ ഇതാ ഒന്ന് സുന്ദര കുട്ടപ്പനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇന്ന് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പം അച്ഛനാണല്ലോ കുറച്ചുകൂടെ നമ്മളെക്കാളും ഹൈലൈറ്റായി നിൽക്കേണ്ടത്. നമുക്ക് എല്ലാ ആഴ്ചയും ഇങ്ങനത്തെ ഓരോ കല്യാണം, പേരിടൽ, ബർത്ത്ഡേ അങ്ങനെ ഓരോ പരിപാടികൾ കേട്ടോ. കാരണം അച്ഛന് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇതാ അമ്മ റെഡിയായി വന്നിട്ടുണ്ട്. അമ്മേനെ ഞാൻ കുറച്ച് ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഒന്ന് മിനുക്കിയിട്ടുണ്ട്. പക്ഷെ അമ്മ ഓൾവേസ് സുന്ദരിയാണ്. നല്ല സാരിയല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മാച്ചിങ് കളറായിരുന്നു. അങ്ങനെ ഞാൻ സച്ചിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അച്ഛൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കുടയൊക്കെ ചൂടി ഇച്ചിരി നടന്ന് വണ്ടിയിൽ കയറി. അപ്പോൾ അത് ആ വണ്ടിയിൽ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഇവരൊക്കെ ഉണ്ടല്ലോ ശരിക്കും എനിക്ക് നമ്മളുടെ അച്ഛൻ്റെ കസിൻസ് അല്ലെങ്കിൽ അച്ഛൻ്റെ പെങ്ങന്മാർ അവർ വീട്ടിലോട്ട് വരുന്ന പോലെയാണ് എനിക്ക്. എൻ്റെ ആൻറ്റി വന്ന പോലെയൊക്കെയുള്ള ഫീലാണ് കേട്ടോ എനിക്ക് സീരിയസ്ലി. അപ്പോൾ ഇതാ നമ്മൾ പള്ളിയിലെത്തി. വീടിൻ്റെ അവിടെ നിന്നൊരു തൊട്ടടുത്ത് നമുക്ക് നടന്നു വേണമെങ്കിൽ പോകാം, അത്രയും ദൂരമൊക്കെ തന്നെ ഉള്ളൂ പള്ളിയിലോട്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കല്യാണം നടന്നുകൊണ്ടിരിക്കുവാണ്. പ്രേയേഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ കുറേ ഇങ്ങനെ സമ്മതമാണോ കല്യാണം കഴിക്കാൻ, ഇന്നയാളുടെ മോനെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ, ആ സെയിം സംഭവങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കാം. ഞാനിതിപ്പോൾ സെക്കൻഡ് ടൈം ആട്ടോ ഇങ്ങനെ ക്രിസ്ത്യൻസിൻ്റെ വെഡ്ഡിങ്ങൊക്കെ കാണുന്നത്. പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അമ്മ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. ഇവിടെ ഫ്ലവറും മെഴുകുതിരിയൊക്കെ ഇരിക്കുന്നതാണ്. ഞാൻ എൻ്റെ അടുത്ത് പോയി ചുമ്മാ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചതാണ്. പക്ഷെ പിന്നീടാണ് ഞാൻ അവിടെ നിന്നൊരു ഫ്ലവർ എടുക്കുകയും ചെയ്തു കേട്ടോ. പക്ഷെ പിന്നീടാണ് എനിക്കിത് ഇവരുടെ സ്റ്റേജാണെന്ന് മനസ്സിലായി. കാരണം ഞാൻ വിചാരിക്കുന്നില്ല പള്ളിയിൽ തന്നെ ആയിരിക്കും ഇങ്ങനെ സ്റ്റേജ് എന്ന്. അപ്പോൾ ഇതായിരുന്നു അവരുടെ സ്റ്റേജ്. അതൊരു അത്യാവശ്യം നല്ലൊരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ ഇതാ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. ഞാൻ അതൊക്കെ പോയി ഒന്ന് നോക്കി കേട്ടോ, എന്ത് കേൾക്കാമെന്ന്. പക്ഷേ അത് എന്ത് കേൾക്കാമെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നേരെ കെട്ടിൻ്റെ സമയമായി, ഇങ്ങനെ മിന്നുകെട്ട് എന്നൊക്കെ പറയില്ലേ, ആ സംഭവം നടക്കുവാണ്. അപ്പോൾ അതൊക്കെ പോയി ഞാൻ കണ്ടു. ഇത് കണ്ടപ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെയും മറ്റേ ദിവ്യ ഉണ്ണിയുടെയും ഒരു പടമില്ലേ, ഇതേ കോസ്റ്റ്യൂമിൽ തന്നെ ഏതാണ് വർണ്ണപ്പകിട്ട്, യെസ് വർണ്ണപ്പകിട്ടിൽ ഇതുപോലെ അവർ ഇതേ കോസ്റ്റ്യൂമിലൊക്കെ കുറച്ച് സീൻസ് ഇല്ലേ എനിക്ക്. മാണിക്കല്ലാൽ മെഞ്ഞു മെനഞ്ഞേ മാമണിക്കൊട്ടാരം, താഴിട്ടടച്ചാൽ താനി തുറക്കും തങ്കത്തിൻ കൊട്ടാരം, കുളിരമ്പിളി തുമ്പനും ആവണിത്തുമ്പിയും മയ്യണിക്കണ്ണുമായി കാവൽ നിൽക്കണ മായക്കൊട്ടാരം, എൻ്റെ മോഹക്കൊട്ടാരം. അയ്യോ, ആരും എന്നെ കളിയാക്കരുത്, ലിറിക്സും കാര്യങ്ങളൊക്കെ തെറ്റായിരിക്കും. പക്ഷേ എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചുമ്മാ പാടിയതാണ്. പിന്നെ ഇതാ അച്ഛൻ്റെ എല്ലാ ഫ്രണ്ട്സും അപ്പോഴേക്കും വന്നു കേട്ടോ. അപ്പം നമ്മളിവിടെ വേഗം സീറ്റൊക്കെ പിടിച്ച് സീറ്റിലൊക്കെ ഇരിക്കുകയാണ്. പിന്നെ എല്ലാവരും വന്നു. എല്ലാവർക്കും എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം. എന്നാലും നമ്മൾ അവർ വരുമ്പോൾ ഹായ് ബൈ ഒക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. എല്ലാവരെയും ഒന്നുകൂടെയൊക്കെ സംസാരിച്ചു. അച്ഛൻ ദാ എല്ലാവർക്കും കറക്റ്റായിട്ട് സീറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ വെച്ചാൽ എല്ലാവർക്കും സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കായിരുന്നു. ചെക്കനും പെണ്ണും ദാ സ്റ്റേജിലോട്ട് വന്നു. അവർ വന്നു കഴിയുമ്പോൾ പിന്നെ ഡാൻസും പാട്ടും പിന്നെ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. വധുവിൻ്റെയും വരൻ്റെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. വരൻ്റെ തലയോട്ടപ്പനെയും തലത്തോട്ടപ്പനെയും വേദിയിലേക്ക് ക്ഷണിക്കാം. ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞു, കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ദാ ചിന്നു വന്നിട്ടുണ്ട്. ചിന്നു അച്ഛൻ്റെ കൂട്ടുകാരുടെ മോളാണ് കേട്ടോ. അപ്പോൾ ദാ ഈ ചെക്കൻ്റെ അമ്മ എല്ലാ ഫ്രണ്ട്സിനെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ വന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട്. അവിടെ ഇതാണ് നടക്കുന്നത്. ഞാൻ ദാ നേരെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ അമ്മയുടെയും ഫ്രണ്ടിനെ കണ്ടു. ഇവരാണെങ്കിൽ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയൊക്കെ ആയിട്ടോ. ഈ ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ അമ്മേനെ ഇങ്ങനെ ഫുള്ളിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഞങ്ങൾ പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അമ്മയാണെങ്കിൽ ഇവരുടെ ഗ്രൂപ്പിലില്ല കേട്ടോ, 10th ഗ്രൂപ്പിലില്ല. അപ്പോൾ അത് ആഡ് ചെയ്യണ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കണേ. ഞാൻ നേരെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വേറൊരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആൾ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. ഇത് കനക ചേച്ചി കേട്ടോ, കനക ആൻറ്റീനാണ് ഞാൻ വിളിക്കാറ്. ആളുടെ മൂക്കുത്തി കണ്ടോ, ഞാൻ ആളുടെ മൂക്കുത്തിയുടെ ഒരു ഫാനാണ്. കാരണം കുഞ്ഞൊരു മൂക്കാണെങ്കിലും
എത്ര വലിയ മൂക്കുത്തി, ശരിക്കും ഞാനൊക്കെ ഇടുന്ന കമ്മലിൻ്റെ വലിപ്പം ഉണ്ട് ആളുടെ മൂക്കുത്തി. എത്ര വലുതാണെങ്കിലും ആളുടെ മുഖത്തിന് ചേരും. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി ബീഫും നെയ്ച്ചോറോ അതങ്ങാണ്ടായിരുന്നു. എനിക്കങ്ങനെ ബീഫ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല നാടൻ ഫുഡാണ് കഴിച്ചത്. ചോറും ചില്ലി ഗോബി, മീൻകറി, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ്. പിന്നെ ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഉണ്ട് ദാ സച്ച് വരുന്നു. അതാണ് എൻ്റെ മുഖത്ത് ഇത്ര സന്തോഷം. സച്ചിദാ കല്യാണത്തിന് വന്നേക്കുന്ന കേട്ടോ. സച്ചിയും കിച്ചൊക്കെ ഉണ്ടായിരുന്നു. അവൻ വന്നപ്പോൾ അവനും ഫ്രണ്ട്സിനെ കിട്ടി. അവർ കുറേ നേരം ഇരുന്ന് സംസാരിച്ച്. എനിക്ക് മാത്രം ആരുമില്ല സംസാരിക്കാൻ. സീരിയസ്ലി ഞാനിങ്ങനെ ആരുമില്ലാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കണമായിരുന്നു. എല്ലാവരുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നു. അമ്മയാണെന്നുണ്ടെങ്കിലോ ആ ചേച്ചിയുടെ കൂടെ ആയിരുന്നു. അമ്മയുടെ പഴയ ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞില്ല. അവർ രണ്ടുപേരും ഏതൊക്കെയോ ഒരു ലോകത്തായിരുന്നു. അവരങ്ങനെ ഒത്തിരി പറഞ്ഞിട്ടും തീരാത്തത്ര വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണമായിരുന്നു. പിന്നെ എനിക്ക് സച്ചു ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങിച്ച് തന്നു കേട്ടോ. നല്ലൊരു ഐസ്ക്രീമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാനിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ട സമയമായി. ഇവിടുത്തെ പരിപാടിയൊക്കെ ഏകദേശം ഫിനിഷായി തുടങ്ങി. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ നമ്മുടെ ഇവിടെ അടുത്ത് കരിങ്ങാച്ചിറ പള്ളിയിൽ കാർണിവൽ നടക്കുവാണ്. അപ്പോൾ അത് കാണാൻ പോകണം. അപ്പോൾ അതാ എല്ലാ അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുവാണ്. അപ്പോൾ എന്നെയും അതിൽ ആഡ് ചെയ്യും കേട്ടോ. ഞാനും പോയി നിൽക്കാറുണ്ട്. എന്നെ ഇവരുടെ പ്രായത്തിലുള്ള ഒരാളായിട്ടാണ് കണ്ടേക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ പള്ളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഫ്രണ്ടിൽ ഇനിയുള്ളൊരിത് കണ്ടോ, നടുവിൽ മാതാവ്, രണ്ട് സൈഡിലും രണ്ട് ഏഞ്ചൽസ് ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ചിറകൊക്കെ ഉണ്ട്. അപ്പോൾ ഏഞ്ചൽസ് ആയിരുന്നു അത്. അപ്പോൾ ഈ പള്ളിയുടെ പേര് ഞാൻ ചോദിച്ചിട്ടു. അപ്പോൾ എന്തോ നിർമ്മലാംബിക എന്നാണ് ആളെ പറയുന്നത്. ഞാൻ ആളുടെ ഫേസ് കാണിച്ചു തരാം. മുഖം പോലെ തന്നെയാണ് പേര്. ഭയങ്കര ക്യൂട്ട് ഫേസ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്, സത്യമായിട്ടും. അങ്ങനെ ഞാൻ അവിടെ അതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു കേട്ടോ, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, തൊട്ടൊന്ന് തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ സമ്മതിച്ചു, കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ ഏന്തി വലിഞ്ഞ് തൊട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ടാറ്റ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത് കേട്ടോ. അച്ഛന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കണം, കുറച്ച് നേരം കിടക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെ നേരെ അവർ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഈ അങ്കിളിൻ്റെ പേര് സുനിൽ കേട്ടോ. സുനിൽ അങ്കിള് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ ഭയങ്കര കൂട്ടാണ്, നല്ലൊരു അങ്കിളാണ്. അങ്ങനെ ഞങ്ങളിതാ പള്ളിയിലോട്ട് പോവാണ്. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വീട്ടിൽ പോയി കുറച്ച് നേരം ഉറങ്ങി എഴുന്നേറ്റ് നേരെ പള്ളിയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാർണിവൽ നടക്കുവാണ് കേട്ടോ ഇന്ന്. പിന്നെ മാർഗംകളി ഉണ്ട് ഇന്ന് വൈകിട്ട്. 150 പേരോളം കൂടി ചേർന്ന്, ഇങ്ങനെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും കൂടി ചേർന്ന് കളിക്കുന്ന മാർഗംകളിയാണ്. അപ്പോൾ അത് കാണണമെന്നുണ്ടായിരുന്നു. അച്ഛനും ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അച്ഛൻ ഞങ്ങൾക്ക് ചായയൊക്കെ കൊണ്ടു തരുവാണ്. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് നമ്മളെ പഴംപൊരിയും ബീഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ബീഫൊക്കെ കൂട്ടി പഴംപൊരി ട്രൈ ചെയ്തു. ഞാൻ ബീഫ് കഴിക്കില്ല. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ റോൾ ഐസ്ക്രീം. ഞാനിത് നമ്മൾ ഈ ഷോർട്സിലും ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് ഈ റോൾ ഐസ്ക്രീം കണ്ടേക്കുന്നത്. അത് കണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല കേട്ടോ. ഞാൻ ഭയങ്കര ഐസ്ക്രീം ലവറാണ്, എന്നിട്ട് പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്. എനിക്കത് മൊത്തം തിന്നാനേ പറ്റില്ല. എന്നിട്ട് ഞാൻ അവിടെ അടുത്ത് കുറച്ചിങ്ങനെ പട്ടിക്കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അമ്മേനോട് പറഞ്ഞിട്ട് അവറ്റിങ്ങൾക്ക് കൊടുത്തു. പിന്നെ സ്കൈ നോക്കൂ, ഒരു 6 മണി സമയത്ത് നമ്മുടെ സ്കൈ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം ഞാൻ അച്ഛനെ കൊണ്ട് അത് വീഡിയോ എടുപ്പിച്ചതാണ്. പിന്നെ അവിടെ മാർഗം കളിക്കുള്ള ആളുകളൊക്കെ ഡ്രസ്സ് മാറി അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 6:45 ആയപ്പോഴേക്കും പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഒരു ഹ്യൂജ് പാർക്കിംഗ് ഏരിയ ആണ് കരിങ്ങാച്ചിറ പള്ളിയിലത്തെ ഗ്രൗണ്ട്. അവിടെ നിറച്ചു ആൾക്കാരായിരുന്നു കേട്ടോ, അത്രയും തിരക്കായിരുന്നു. അങ്ങനെ മാർഗംകളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ സൺഡേ വിശേഷങ്ങൾ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം.